ആ ചേച്ചിയോ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇരിക്കെ, ഞാൻ കഴിക്കാൻ എന്തേലും എടുക്കാം. മകന്റെ കല്യാണത്തിന് കണ്ടപ്പോ ഇതിലും ഭംഗിയുണ്ടായിരുന്നു, ഇതിലും മണവും വെച്ചിരുന്നു. ഇപ്പൊ ആകപ്പാടെ അങ്ങ് ഉടഞ്ഞു പോയി. ആ, മെലിഞ്ഞു ആകപ്പാടെ. ഇപ്പൊ ഭയങ്കര ക്ഷീണം മുഖത്ത്. പുതിയ മരുമകൾ എങ്ങനെയുണ്ട്? ഒന്നിനും വിട്ടുകൊടുക്കല്ലോ, എല്ലാ പണിയും അവളെ കൊണ്ട് ചെയ്യിക്കണം. പുതിയ മരുമകളെ കൊണ്ട് വിളഞ്ഞ വിത്താ ഇപ്പോഴത്തെ പിള്ളേര്, അറിയാവോ? ഒരു പണിയും ചെയ്യാൻ കൂടല്ലോ, എല്ലാം അവളങ്ങ് ചെയ്യട്ടെ. എന്നാ അയ്യോ, കെട്ടിച്ചോട്ടിങ്ങ് വരുമ്പോ നാട്ടാമ്മ പോലെ ഇരുത്തൂന്ന് അവളുമാരുടെ വിചാരം. എല്ലാം ഒരു പണിയും ചെയ്യാൻ കൂടണ്ട, സർവ്വ പണിയും ചെയ്യണം അവളുമാര്. വിളഞ്ഞ കാന്താരികളാ. ഇപ്പൊ പിടിച്ചാ കിട്ടും, പിന്നെ പിടിച്ചാ കിട്ടുകയല്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് കൊച്ചിനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാട്ടോ ഞാനിതൊക്കെ പറയുന്നേ. അല്ലാതെ എനിക്കിപ്പോ എന്നാ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ മക്കള്. കൊച്ചിനോട് ഒരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഒക്കെ എനിക്കുണ്ട്. എന്റെ പൊന്നെ, ഞാൻ വല്ലപ്പോഴും വരുമ്പോ മരുന്നിനും പൈസയും വയറു നിറച്ച ആഹാരം ഒക്കെ തരുന്ന കൊച്ചല്ലേ. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാ കൊച്ചിനോട്. അതെ, മരുമകളുടെ വീട്ടിൽ പോയാ വിരുന്നിന് എന്നൊക്കെ കൊണ്ടുവന്നു അമ്മായിമ്മക്ക്. അതെയോ? ആ, വിട്ടുവീഴ്ച ചെയ്യരുത് ഇവളുമാരുടെ അടുത്ത്. വിട്ടുവീഴ്ച ചെയ്താ ഇവര് തലേ കയറും. അത് ചെയ്യരുത്. വിട്ടുവീഴ്ച ചെയ്താണ്ടല്ലോ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് മക്കള് മരുമക്കള് ഒന്ന് വ്യത്യാസം വേണം. മക്കളെ കൂടുതൽ സ്നേഹിക്കണം, മരുമക്കളെ നിർത്തേണ്ടടുത്ത് നിർത്തണം. ആ, എന്റെ വീട്ടില് ഞാൻ അങ്ങനെയൊക്കെയാ. ചേച്ചിയുടെ വയറ് നിറഞ്ഞോ? പോകുമ്പോ ഒരു 100 രൂപയും കൂടെ തരാം, മരുന്ന് മേടിച്ചോ. പിന്നെ ഒരു കാര്യം, മേല എന്റെ മക്കളുടെയും മരുമക്കളുടെയും കുറ്റം പറഞ്ഞുകൊണ്ട് ചേച്ചി ഈ മുറ്റത്ത് കയറിയേക്കല്ലേ, മനസ്സിലായോ? കരക്കാരോട് ചോദിച്ചിട്ടല്ല ഞങ്ങള് മക്കളെ ജനിപ്പിച്ചതും വളർത്തിയതും പഠിപ്പിച്ചതും വിവാഹം കഴിച്ചതും, മനസ്സിലായ? അതുകൊണ്ട് കരക്കാര് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വരണ്ട. പിന്നെ ചേച്ചി സ്നേഹമായിട്ട് ഈ വീട്ടിൽ എപ്പോ വന്നാലും ചേച്ചിക്ക് ഇവിടെ ഉള്ളത് കൂട്ടില്ല ഒരു നേരം ആഹാരം ഞാൻ തരും, മരുന്നിനുള്ള പൈസയും തരും. അതിനു വേണ്ടി എന്റെ മക്കളുടെയും മരുമക്കളുടെയും കുറ്റം എന്നോട് പറയണമെന്നൊന്നുമില്ല കേട്ടോ. ഉള്ള സമയം കൊണ്ട്, വയസ്സ് 10-65 ആയില്ലേ, ഇനിയെങ്കിലും ആ മക്കളെ സ്നേഹിക്കരുത് ചേച്ചി. മക്കളുടെ കുറ്റവും കുറവും കണ്ടും പിടിച്ച് നടന്ന് നാട് നീളെ പറയുന്ന സമയം കൊണ്ട് മക്കളെ സ്നേഹിക്കാൻ പഠിക്കും എങ്ങനെയാന്ന്. അന്നേരം മക്കൾക്ക് ചേച്ചിയോട് സ്നേഹവും വരും, ചേച്ചിനെ അവര് പൊന്നുപോലെ നോക്കുകയും ചെയ്യും. അല്ലാതെ കരക്കാരൊന്നും കാണുകയല്ല ചേച്ചി കിടക്കുമ്പോ, അറിയാവോ? സ്വന്തം മക്കള് മാത്രമേ കാണുള്ളൂ. ഓ, കുറ്റവും കുറവും എന്തിനു ചേച്ചി മക്കളുടെ കുറ്റവും കുറവും പറഞ്ഞോണ്ട് നടക്കുന്നേ? ചേച്ചിക്ക് എന്തെങ്കിലും കിട്ടുവോ അങ്ങനെ പറയുമ്പോ? ഒന്നുമില്ലല്ലോ. ഇനിയുള്ള കാലമെങ്കിലും ചേച്ചി ഒന്നോർക്കണം, നമ്മുടെ മക്കളെ നമുക്കുള്ളൂ. നമ്മള് ഒരു വീഴ്ചയിൽ നമ്മളെ താങ്ങാൻ നമ്മുടെ മക്കളെ കാണുള്ളൂ. അന്നേരം ചേച്ചി ഇനിയുള്ള സമയത്തെങ്കിലും മക്കളെ മരുമക്കളെ സ്നേഹിക്കുക. അന്നേരം ചേച്ചി അവർക്ക് ചേച്ചിയോട് സ്നേഹം തോന്നും. അങ്ങനെയല്ല അമ്മയും മക്കളും ഒക്കെ കഴിയണ്ടേ. അല്ല ചേച്ചി ഇങ്ങനെ കുറ്റവും കുറവും മക്കളെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉള്ള സമയം കൊണ്ട് പോകാൻ നോക്കിനി. ഇനി മേലെ ആവർത്തിക്കല്ലോ കേട്ടോ ഇത്. എന്നാ ശരി.